തിരുവനന്തപുരത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കർഷകർക്ക് സഹായകരമായ സ്റ്റാൾ സംഘടിപ്പിച്ചു കൃഷി വകുപ്പ്. വിപണനമേളയുടെ ഭാഗമായി കൃഷി വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളിൽ നിന്ന് ഓൺലൈൻ സേവനങ്ങൾ തേടാനും പൊതുജനത്തിന് അവസരമൊരുക്കിയിട്ടുണ്ട്. മഴയെ തെല്ലൊരാശങ്കയോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുന്നവരാണ് കർഷകർ. എന്നാൽ കനകക്കുന്നിൽ ഈ പെയ്യുന്ന മഴ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കാർഷിക വകുപ്പിന്റെ സ്റ്റോളിനെ കൂടുതൽ മനോഹരമാക്കുകയാണ്. കൃഷി പോലെ തന്നെ മനോഹരമാണ് കാർഷിക വകുപ്പിന്റെ സ്റ്റോളും. നാട്ടിലെ ഒരു കൃഷിയിടത്തിലേക്ക് കയറിയ പ്രതീതി. എത്തപ്പടറ്റി, നാഗപ്പൂവൻ, കൃഷ്ണ, നമ്രാലി, സന്ന, പിസാങ്ലിലിൻ, അടുക്കൻ, പെരുമ്പടലി, അങ്ങനെ പോകുന്നു വ്യത്യസ്ത തരത്തിലുള്ള വാഴയിനങ്ങൾ. കോട്ടൂർക്കോണം, കണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ, നമുക്ക് കേട്ടുകേൾവി ഇതൊക്കെയാണ്. എന്നാൽ ഇവിടെ കാഴ്ച വേറെയാണ്. ചന്ദ്രകാരൻ, ഹിമാം പസന്ത്, മഹാരാജ പസന്ത്, മുണ്ടപ്പോ തുടങ്ങി കൗതുകമുണർത്തും ഈ മാവിനങ്ങൾ. നമ്മുടെ ഇത് ജില്ലാ കൃഷിത്തോട്ടമാണ്. നമുക്കവിടെ ഏകദേശം 150 ഏക്കറുണ്ട്. അതിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് പ്ലാവിൻ്റെ വെറൈറ്റി ഉണ്ട്. മാവ്, പിന്നെ സപ്പോട്ട, എല്ലാ ഫലവൃക്ഷ തൈകളും അവിടെ നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടും. കൃഷിപ്രേമിയായ കാർഷിക മന്ത്രിയാണ് രണ്ടാം പിണറായി സർക്കാരിലുമുള്ളത്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രവൃത്തികൾക്ക് മന്ത്രി പി പ്രസാദ് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റോളുകൾ ഇനിയുമുണ്ട് പ്രദർശന വിപണന മേളയിൽ. പൊതുജനത്തിന് കൃഷി വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കീമുകളെ കുറിച്ച് കർഷകർക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും എന്തൊക്കെ സ്കീംസുകളാണ് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നതെന്നും പിന്നെ അതുമാത്രമല്ല എന്തൊക്കെ സേവനങ്ങൾ കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റോളിൽ വന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ടെക്നോളജി കാലത്തെ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടാം. സമഗ്ര പച്ചക്കറി യജ്ഞത്തിലേക്കുള്ള അറിവുകൾ നേടാം. അങ്ങനെ എല്ലാം കൊണ്ടും കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രയോജനപ്രദമായ വിധമാണ് കാർഷിക വകുപ്പ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്റ്റോളുകൾ ഒരുക്കിയിരിക്കുന്നത്. ഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.